കാരുണ്യം ക്ഷേമസമിതിയുടെ 267-ാമത് പ്രതിമാസ യോഗം കാരുണ്യനഗറിൽ വെച്ച് നടന്നു. യോഗത്തിൽ കുടുംബ ഭദ്രതയെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ് നടന്നു. കരിമാലൂർ പ്രത്യാശ കൗൺസിലിംഗ് സെൻ്ററിൻ്റെ ഡയറക്ടറും കൗൺസിലറുമായ VP മോനാച്ചേരിയാണ് ക്ലാസ് നടത്തിയത്. കാരുണ്യ ക്ഷേമസമിതിയുടെ അംഗങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു. കുടുംബങ്ങളിലും ഇന്ന് ഇവിടെ നിന്ന് പോയാൽ കുടുംബം ഒരു സ്വർഗമാക്കി മാറ്റണം. കുടുംബത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുരുവിക്കൂട് പോലെയായിരിക്കണം. കുരുവിക്കൂട് കണ്ടിട്ടുണ്ടോ? കാരണം കുരുവിക്കൂട് എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പോകാം. കാറ്റടിച്ചാൽ അത് ചിലപ്പോൾ തകർന്നു പോകും. പക്ഷേ 10-15 മിനിറ്റിനുള്ളിൽ കുരുവി വേറൊരു സ്ഥലത്ത് കൂട് കൂട്ടും. അതിൻ്റെ പ്രതിബദ്ധതയാണ്, കമ്മിറ്റ്മെൻറ്റ്. തന്തക്കുരുവിയും തള്ളക്കുരുവിയും കുഞ്ഞുരുവിയും ഇങ്ങനെ മുട്ടുരുമിരിക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ തേൻ നുകരാനും ആ സ്നേഹം കാണിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ മുട്ടുരുമിരിക്കും. അതുപോലെയായിരിക്കണം നമ്മുടെ കുടുംബം. നമ്മുടെ കുടുംബത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ വളരെ സ്നേഹത്തോടുകൂടി സ്റ്റേ വിത്ത് ചിൽഡ്രൻ, പ്ലേ വിത്ത് ചിൽഡ്രൻ, ഈറ്റ് വിത്ത് ചിൽഡ്രൻ, സ്റ്റഡി വിത്ത് ചിൽഡ്രൻ, ഡിസ്കസ് വിത്ത് ചിൽഡ്രൻ ആൻഡ് പ്രേ വിത്ത് ചിൽഡ്രൻ. സ്റ്റേ വിത്ത് ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് താമസിക്കുക എന്നുള്ളതല്ല, ഒരുമിച്ച് ഇഴുകിച്ചേരുക. പ്ലേ വിത്ത് ചിൽഡ്രൻ, കുട്ടികൾ ഒരുമിച്ച് കളിക്കുക. എല്ലാവരും കൂടി ഒന്ന് കളിച്ചു നോക്കി. ഒരു ടെന്നീസൊക്കെ മേടിച്ച് ഒന്ന് കളിക്കുക, അല്ലെങ്കിൽ കാരം ബോളോ, അല്ലെങ്കിൽ ഇപ്പോൾ പണ്ടത്തെ പാമ്പ് കോണി എന്തൊക്കെ വെച്ചാൽ എന്തെങ്കിലും ഒന്ന് കളിക്കുക. അതിനകത്തൊക്കെ ഒത്തിരി ശാസ്ത്രീയമായ വശങ്ങളുണ്ട് നമുക്ക്. ഈ അൽഷിമേഴ്സ്, അതുപോലെ പാർക്കിൻസൺസ്, അതേപോലെ ഈ ന്യൂറോ പ്രോബ്ലംസ് ഒക്കെ ഒരു പരിധി വരെ ഒഴിഞ്ഞു കിട്ടും. ഈ ഡിപ്രഷൻ എന്ന് പറഞ്ഞ സാധനം ഇപ്പോൾ 50 വയസ്സ് കഴിഞ്ഞാൽ 60 വയസ്സ് കഴിഞ്ഞാൽ പലർക്കും ഡിപ്രഷനാണ്. അവർക്ക് അസ്വസ്ഥത, പേടി, മരണഭയം, മുല്ലപ്പെരിയാർ പൊട്ടുമോ, അത് പൊട്ടുമോ, സുനാമി വീണ്ടും വരുമോ, കോവിഡ് വരുമോ, മക്കള് എവിടെയാണ്, അതെങ്ങനെയാണ്, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് എപ്പോഴും എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ കൗൺസിലർ, നിങ്ങൾക്കറിയാമല്ലോ. 19 വർഷമായിട്ട് ഞാൻ കൗൺസിലിംഗ് മേഖലയിലാണ്. അത് സിവിൽ സർവീസിന് പോകുന്നതോ അല്ലെങ്കിൽ MTechോ ഇതൊന്നുമല്ല വലിയ എക്സാം. പിന്നെന്താണ് ജീവിതം. ഇന്നലെ 2 ദിവസമായിട്ട് കാസർഗോഡ് നിന്ന് ഇങ്ങനെ ഒരു കുട്ടി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എക്സാം എഴുതിയിട്ട് അത് ഉദ്ദേശിച്ച ഇതിലേക്ക് കിട്ടി. പേപ്പറൊന്നും കിട്ടിയില്ല, എക്സാം എഴുതി കൊടുത്തു. പക്ഷെ അത് ഉദ്ദേശിച്ച നിലവാരത്തിൽ പെർഫോം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഡിപ്രഷൻ. മാതാപിതാക്കൾക്ക് ആ കുട്ടി പെട്ടെന്ന് മെസ്സേജ് അയച്ചു. അവർ വർക്ക് ചെയ്യുന്നിടത്ത് എന്നെ വിളിച്ചു. ഞാൻ ഇതേപോലെ ഒരു ക്ലാസ് വരാപ്പുഴ ഒരു ക്ലാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫോൺ ഇങ്ങനെ കൺഫ്യൂസ് ആയിട്ട് അടിക്കും. എൻ്റെ കോൺസെൻട്രേഷൻ തന്നെ പോയി. അത് കഴിഞ്ഞപ്പോൾ സാറേ കാസർഗോഡേക്ക് ഒന്ന് വിളിക്കാൻ അച്ഛൻ പറയുന്നു. അമ്മ വീണ്ടും വേറെ കോൾ ചെയ്തിട്ട് മോളെ വിളിക്കും. മോളാകെ ഞങ്ങൾക്ക് എങ്ങനെ പോകാൻ പറ്റും? ഇപ്പൊ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ കഴിയുമ്പോൾ ഏതാണ് എക്സാം? വലിയ എക്സാം ഏതാ? ലൈഫ്, ജീവിതം തന്നെയാണ് ഏറ്റവും വലിയ എക്സാം. ജീവിതത്തിന്റെ പല പല മേഖലകൾ വരുമ്പോൾ നമ്മൾ അറിയാതെ പതറിപ്പോവും, കാലിടറിപ്പോവും, തട്ടി വീഴും. ആ ജീവിതത്തിൽ വിജയിക്കാനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. എസ്പെഷ്യലി സ്റ്റുഡൻസ് ശ്രദ്ധിക്കേണ്ടത് എന്തിനാണ്? ജീവിത കാര്യങ്ങൾ നമ്മുടെ മനസ്സിലിരുന്നിട്ട് അതെന്താണ്, അതിനകത്ത് ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നൊന്നും ചിന്തിക്കാതെ അങ്ങനെ തന്നെ മക്കളിലേക്ക് അടിച്ചേൽപ്പിക്കുക. മക്കൾ തേറ്റ് പറയും, അല്ലെങ്കിൽ ബാർബർ ഷാപ്പിൽ പറഞ്ഞതായിരിക്കും, അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും കിട്ടിയതായിരിക്കും. ഇതങ്ങനെ അടിച്ചേൽപ്പിക്കും. പോരാ, നമ്മളതിനെ കാര്യക്ഷമതയോടെ അത് കൈകാര്യം ചെയ്ത് ശരിയാണെങ്കിൽ മാത്രമേ അത് പകർന്നു കൊടുക്കാവൂ കേട്ടോ. എല്ലാവരും ഒരു കൺവിക്ഷൻ വേണം, ഉത്തമ ബോധ്യം വേണം. ഒരു ഉദാഹരണം പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി, ചൈൽഡ് ഈഗോ എന്നുള്ളത് നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കെട്ടിയിരിക്കുന്ന കുറെ വികാരങ്ങളും വിചാരങ്ങളൊക്കെ ഉപബോധ മനസ്സിൽ കെട്ടിക്കിടക്കുന്നു. അഡൽട്ട് ഈഗോ എന്ന് പറയുന്നത് പക്വതയുടെ ഭാവം. ചില പറയാം അദ്ദേഹം പക്വതയുള്ള മനുഷ്യനാണെന്ന് പറയാറില്ല. കാരണം കാര്യങ്ങൾ ആലോചിച്ച് പഠിച്ച് ഗ്രഹിച്ച് അത് വിമർശന ബുദ്ധിയ അവതരിപ്പിക്കും. അതിനെയോ മറ്റുള്ള സോഷ്യൽ മീഡിയാസിന്റെ അഡിക്ഷനിലേക്ക് പോകാതിരിക്കാൻ നിങ്ങൾ അലർട്ടായിരിക്കുക. ഇന്ന് യെല്ലോ അലർട്ടാണ് സർക്കാരിന്റെ. നിങ്ങളെപ്പോഴും റെഡ് അലർട്ടായിരിക്കണം. എന്താണ്? എൻ്റെ മക്കൾ വഴിതെറ്റി പോകരുത്.
എൻ്റെ മക്കൾ ഡിപ്രഷനിലേക്ക് പോകരുത്, എൻ്റെ മക്കൾ തെറ്റായ പാതയിലേക്ക് പോകരുത്, എൻ്റെ മക്കൾ പീഡിപ്പിക്കപ്പെടരുത്, എൻ്റെ മക്കൾ രാസലഹരിയിലേക്ക് പോകരുത്. അതിന് മാതാപിതാക്കൾ എപ്പോഴും ജാഗരൂകരായിരിക്കണം. അതിനെന്ത് ചെയ്യണം? അവരെ ഒബ്സർവ് ചെയ്യണം. അവര് രാത്രി പല്ല് കടിക്കുന്നുണ്ടോ, നഖം ഇങ്ങനെ കടിക്കുന്നുണ്ടോ, എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ പഠിച്ചോണ്ടിരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഒരു അശ്രദ്ധ, പിന്നെ കൈയൊടിക്കല്. 3 പേര് ഒരു ബൈക്കിൽ 3 പേര് ഓടിക്കുന്നു, ഒരുത്തൻ അതിന് 4ാമതായിട്ട് ഇങ്ങനെ നിൽക്കുന്നു, ഹൈപ്പർ ആക്റ്റീവ്. പിന്നെ ഭയങ്കര ഒച്ചയൊക്കെ എടുത്തിട്ട് ബൈക്കൊക്കെ പോകില്ല, അത് ഹൈപ്പർ ആക്റ്റീവ് എന്ന് പറഞ്ഞു. മലയാളത്തില് പിരിവിരിപ്പ് എന്ന് പറയും. പിരിവിരിപ്പ് എപ്പോഴെങ്കിലും ഒന്ന് അടങ്ങിയിരിക്കടാ, എപ്പോഴും പിരിവിരിപ്പ്. പെൺകുട്ടികൾക്ക് പിന്നെ അതൊന്നുമില്ല. ഈ സാധനം കൊണ്ട് അവർ പോയി കഴിഞ്ഞാൽ വാതിലടിച്ച് കുറ്റിയിട്ടാണോ പഠിക്കുന്നത്? വാതിലടിച്ച് കുറ്റിയിട്ടാണോ പഠിക്കുന്നത്? ഉറക്കത്തിൽ പെട്ടി കടിക്കുന്നുണ്ടോ, അറിയാതെ മൂത്രം ഒഴിക്കുന്നുണ്ടോ? ബാത്റൂമിൽ അത്ര സമയം എടുക്കുന്നു. പുത്തമ്പേരിക്കുന്ന കൗൺസിലിങ്ങോ അമ്മയും വരും. മകൻ 1.25 മണിക്കൂറാണ് ബാത്റൂമിൽ ഇരിക്കുന്നത്. 1.25 മണിക്കൂർ. ഞാൻ പറഞ്ഞത് എങ്ങനെ ഇരിക്കുന്നത്? എന്ത് കാര്യങ്ങളുണ്ട്? ഒന്നെയോ മറ്റുള്ള സോഷ്യൽ മീഡിയാസിന്റെ അഡിക്ഷനിലേക്ക് പോകാതിരിക്കാൻ നിങ്ങൾ അലർട്ടായിരിക്കുക. ഇന്ന് യെല്ലോ അലർട്ടാണ് സർക്കാരിന്റെ. നിങ്ങളെപ്പോഴും റെഡ് അലർട്ട് ആയിരിക്കണം. എന്താണ്? എൻ്റെ മക്കൾ വഴിതെറ്റി പോകരുത്, എൻ്റെ മക്കൾ ഡിപ്രഷനിലേക്ക് പോകരുത്, എൻ്റെ മക്കൾ തെറ്റായ പാതയിലേക്ക് പോകരുത്, എൻ്റെ മക്കൾ പീഡിപ്പിക്കപ്പെടരുത്, എൻ്റെ മക്കൾ രാസലഹരിയിലേക്ക് പോകരുത്. അതിന് മാതാപിതാക്കൾ എപ്പോഴും ജാഗരൂകരായിരിക്കണം. അതിനെന്ത് ചെയ്യണം? അവരെ ഒബ്സർവ് ചെയ്യണം. അവര് രാത്രി പല്ല് കടിക്കുന്നുണ്ടോ, നഖം ഇങ്ങനെ കടിക്കുന്നുണ്ടോ, എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ പഠിച്ചോണ്ടിരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഒരു അശ്രദ്ധ, പിന്നെ കൈയൊടിക്കല്. 3 പേര് ഒരു ബൈക്കിൽ 3 പേര് ഓടിക്കുന്നു, ഒരുത്തൻ അതിന് 4ാമതായിട്ട് ഇങ്ങനെ നിൽക്കുന്നു, ഹൈപ്പർ ആക്റ്റീവ്. പിന്നെ ഭയങ്കര ഒച്ചയൊക്കെ എടുത്തിട്ട് ബൈക്കൊക്കെ പോകില്ല, അത് ഹൈപ്പർ ആക്റ്റീവ് എന്ന് പറഞ്ഞു. മലയാളത്തില് പിരിവിരിപ്പ് എന്ന് പറയും. പിരിവിരിപ്പ് എപ്പോഴെങ്കിലും ഒന്ന് അടങ്ങിയിരിക്കടാ, എപ്പോഴും പിരിവിരിപ്പ്. പെൺകുട്ടികൾക്ക് പിന്നെ അതൊന്നുമില്ല. ഈ സാധനം കൊണ്ട് അവർ പോയി കഴിഞ്ഞാൽ വാതിലടിച്ച് കുറ്റിയിട്ടാണോ പഠിക്കുന്നത്? വാതിലടിച്ച് കുറ്റിയിട്ടാണോ പഠിക്കുന്നത്? ഉറക്കത്തിൽ പെട്ടി കടിക്കുന്നുണ്ടോ, അറിയാതെ മൂത്രം ഒഴിക്കുന്നുണ്ടോ? ബാത്റൂമിൽ അത്ര സമയം എടുക്കുന്നു. പുത്തമ്പേരിക്കുന്ന കൗൺസിലിങ്ങോ അമ്മയും വരും. മകൻ 1.25 മണിക്കൂറാണ് ബാത്റൂമിൽ ഇരിക്കുന്നത്. 1.25 മണിക്കൂർ. ഞാൻ പറഞ്ഞത് എങ്ങനെ ഇരിക്കുന്നത്? എന്ത് കാര്യങ്ങളുണ്ട്? 2 പേര് 4 പേര് അവിടെ ഇല്ല, അവിടെ ആരും ഇല്ല. ആകെ 2 പേരാണ്. ഏകദേശം ഒരു 80 പേരെന്ന് വിചാരിക്കുന്നു. അതിൽ നിന്ന് 2 പേര് ജയിച്ചു. അപ്പൊ എത്ര പേര് തോറ്റു? 78 പേര് തോറ്റു. ഇതുവരെയും പല എക്സാം 2 പേര് ഇടിക്കും. പല എക്സാം എഴുതിയില്ലേ? 10ാം ക്ലാസ് എഴുതിയിട്ടുണ്ട്, BDC എഴുതിയിട്ടുണ്ട്, BA പലതും എഴുതിയിട്ടുണ്ടാവും. ആരും എഴുതാത്തവരുണ്ടാവില്ല. എവിടെയെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കൂടെ ആൻസർ തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ലോകത്ത് ആദ്യമായിട്ടല്ലേ ഞാനല്ലേ പരിഷ്കാരം. ഞാൻ ക്വസ്റ്റ്യൻ്റെ കൂടെ ആൻസർ തന്നില്ലേ? 1 എന്ന് പറഞ്ഞ ഉത്തരം എന്താ? 2. 2 എന്ന് പറഞ്ഞാൽ 3. 3 എന്ന് പറഞ്ഞാൽ 0. 4 എന്ന് പറഞ്ഞാൽ 1. ഉത്തരം തന്നിട്ട് എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ ഓക്കെ. അപ്പൊ ജയിച്ച 2 പേർക്ക് ഞാനൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഞാൻ ഇവിടുത്തെ പ്രസിഡന്റിന്റെ പേരിലും, ഇത് ഏത് പഞ്ചായത്താണ്? കുഴിപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പേരിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിന്റെ പേരിലും സ്പെഷ്യൽ കൺഗ്രാ. ഓക്കെ. അത് പറയാതെ തന്നെ ഞങ്ങളൊന്നും വീടുകളിൽ ചെന്ന് പറഞ്ഞില്ല. അന്നൊക്കെ നമ്മൾ വീടുകളിൽ ചെന്ന് പറച്ചിലാണ്. അങ്ങനെയാണ് ആളുകൾ. എല്ലാവരും സാറിന്റെ വാക്കുകൾ നല്ല നല്ല അനുകരണങ്ങൾ, മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പറയാനായിട്ടുള്ള ഒരു സന്ദർഭം ഉണ്ടാകും. ഇതിൽ കേട്ട് നിന്ന ചില എല്ലാവരും അത് പ്രാവർത്തികമാക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാറുള്ളത്. കാരണം പ്രാവർത്തികമാക്കണം എന്ന് പറയുന്നത് നമുക്ക് കേട്ട് കഴിഞ്ഞുകൊണ്ട് അപ്പുറത്ത് പോയിട്ട് അതങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞു നമുക്ക് എങ്ങനെയെങ്കിലും അത്
നമുക്ക് ആവർത്തികമാക്കുക. കാരണം അവരുടെ ക്ലാസ് നന്നായിരുന്നു. എല്ലാവരും അച്ചാത്തത്തോടും വിനയത്തോടും എല്ലാവരും ഇരുന്നത് കേട്ട് എല്ലാവരും ഇവിടുത്തെ ക്ലാസ് വളരെയധികം നല്ല കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഒരു കുടുംബം എങ്ങനെ കൊണ്ടുപോകണം എന്നും കുട്ടികളെ എങ്ങനെ അവിടെ പെരുമാറണമെന്നും കുട്ടികളെ വളർത്തേണ്ട രീതികളും എല്ലാം നന്നായി നല്ല എല്ലാവർക്കും ശരിക്കും മനസ്സിലാകത്തക്ക വിധത്തിൽ സാറ് പറഞ്ഞിട്ട് തന്നു. അത് ഞങ്ങളുടെ ഇവിടെ കേട്ടിരുന്നവരെല്ലാവരും പ്രാവർത്തികമാക്കണം ആക്കുമെന്നും കുടുംബം നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കുമെന്നും ഞാൻ വിചാരിക്കുന്നു. എനിക്ക് നന്നായിട്ട് സാറിൻ്റെ ക്ലാസ് നല്ല ഫലപ്രദമായിട്ടാണ് തോന്നിയത്. നമ്മുടെ ഇന്ന് ക്ലാസ് നയിച്ച ശ്രീ VP മനാച്ചേരി സാർ, എൻ്റെ ഗജാൻജി ശ്രീ KA ബാബു, മറ്റു സഹപ്രവർത്തകരെ, കാരുണ്യക്ഷേമ സമിതി അംഗങ്ങളെ, കുട്ടികൾ, 2/6/2024 മുതൽ 6/7/2024 വരെയുള്ള സമിതിയുടെ പ്രവർത്തന റിപ്പോർട്ട്. മിത്രമേ, 1/6/2024 ശ്രീമതി ഭാർഗവി അയ്യപ്പൻ കോർപ്പറേഷന്റെ വകയായി സമിതിയുടെ 266ാമത് പ്രതിമാസ യോഗം നടത്തി. 3:30 ഈശ്വര പ്രാർത്ഥനയോടെ യോഗ നടപടികൾ ആരംഭിച്ചു. സമിതി അംഗം ശ്രീമതി രാജമ്മ അശോകന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. തുടർന്ന് കുടുംബാംഗവും സമിതിയുടെ വിചാരിയുമായ ശ്രീ KA ബാബു സദസ്സിനെ സ്വാഗതം ചെയ്തു. പ്രസിഡന്റ് ശ്രീ ME മോഹൻന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ സ്കൂൾ തുറക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചു. പെൺകുട്ടികൾ സ്വന്തമായി ജോലി സമ്പാദിച്ചാൽ മാത്രമേ ഭാവി ജീവിതം സുരക്ഷിതമാകുമെന്നും ഒട്ടനവധി വെല്ലുവിളികളാണ് വിദ്യാഭ്യാസ രംഗത്ത് നേരിടേണ്ടി വരുന്നതെന്നും ഒരു നല്ല വിദ്യാഭ്യാസ കാലം ആശംസിച്ചുകൊണ്ട് അദ്ദേഹം റിപ്പോർട്ട് വായിക്കുന്നതിനായി സെക്രട്ടറി ക്ഷണിച്ചു.